ശ്രീറാം, നമ്മൾ കാത്തിരുന്ന ബാഹുബലി എത്തിയിരിക്കുകയാണ്. ഈ കൈകൾ ഏറ്റവും ആഴത്തിലേക്ക് ചെന്നെത്തി ആ അന്വേഷണം, ആ തെരച്ചിൽ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ കൂടുതൽ വരുന്നു. കാരണം ഇതുപോലുള്ള വലിയ യന്ത്രങ്ങൾ ആദ്യം തൊട്ടേ വന്നിരുന്നുവെങ്കിൽ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവസാനം ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് അതെത്തുകയാണ്. പോലീസ് അകമ്പടിയോടുകൂടി രണ്ട് ചുറ്റായി മടക്കി വച്ചിരിക്കുന്ന വിധത്തിൽ 60 അടി നീളത്തിലേക്ക് കടന്നു ചെല്ലാൻ 60 അടി താഴത്തിലേക്ക് ഈ ചെളിയിലൂടെ, പുതഞ്ഞു കിടക്കുന്ന ചെളിയിലൂടെ ഈ യന്ത്രക്കൈകൾക്ക് കടന്നു ചെല്ലാനാകും. അതിനെ ഒബ്ജക്റ്റ് എന്തായാലും അത് കോരിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴുണ്ട്. അത് എത്രത്തോളം എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഇത് കരയിൽ തന്നെ ഇട്ടാൽ മതി. കരയിൽ തന്നെ ഇട്ടാലും ആദ്യത്തെ ആ 10 മീറ്റർ അപ്പുറത്ത് 33 അടി എന്ന് MLA പറയുന്ന പോയിന്റ് ഇതാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടി കരയിൽ ഇത് ആ നാഷണൽ ഹൈവേയിൽ തന്നെ ഇടാം. ഒരു പ്രധാനപ്പെട്ട കാര്യം ആര്യ, ഞാൻ നേരത്തെ ഒക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ്. കാരണം ഈ യന്ത്രം ഈ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം, ദേശീയ പാതയിലേക്ക് ഇത്തരം യന്ത്രങ്ങൾ കൊണ്ടുവരാനുള്ളൊരു സൗകര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സാധ്യമാകുന്നു. അപ്പോൾ ഇനി പുഴയുടെ അരികിലേക്ക് അത് കടന്നെത്താനാകും. അപ്പോൾ ആ വിധത്തിൽ അത് കുറച്ചുകൂടി വലിയ തോതിൽ എത്തിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനം ഒരുക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ കിട്ടാതെ പോയത് ഇപ്പോൾ ഒരുക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ എത്രത്തോളം, രാവിലെ മുതൽ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. കാരണം ഇനി ഈ അന്വേഷണം പൂർത്തിയാക്കാതിരിക്കുന്നത് ഒരു സർക്കാരിൻ്റെ സംവിധാനത്തിന് വന്ന ഒരു പാളിച്ച എന്ന വിധത്തിൽ കൂടി കാണാൻ കഴിയും എന്ന വിധത്തിൽ, ആ വിധത്തിൽ കൂടി കാണുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിനപ്പുറത്ത് അത് എത്രത്തോളം എന്നുള്ളൊരു കാര്യമാണ്. അഷ്റഫ്, ഇതാണ് നമ്മുടെ മഞ്ചേശ്വരം MLA അവിടെ അഷ്റഫ് ഉണ്ട്. അഷ്റഫ്, ഇതാണ് നമ്മൾ രാവിലെ തൊട്ട് ഒക്കെ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ബാഹുബലിയാണ്. അതെ, ഇതിപ്പോൾ ഏതായാലും ഒരു 12 മണിയോടുകൂടി ഇതിൻ്റെ വർക്ക് ആരംഭിക്കും. നമ്മൾ 2 ദിവസമായി നമ്മളെല്ലാ ശ്രമവും നടത്തി. ഇത് നമ്മളേറ്റവും പ്രധാനപ്പെട്ട സതീശൻ MLA അടക്കമുള്ള എല്ലാ ആളുകൾക്കും നല്ല പ്രതീക്ഷയാണ്. എന്തായാലും ഇന്ന് നമുക്ക് ഇത്ര ദിവസം നടത്തിയ നമ്മുടെ ശ്രമത്തിന് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എന്തായാലും നമുക്കിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങേണ്ടതായിരുന്നു. ഞാൻ MLA കൂടെ മധ്യരാത്രി 2 മണി വരെ ഉണ്ട്. ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. ചെറിയ ടെക്നിക്കൽ മിസ്റ്റേക്ക് നമ്മുടെ സതീശൻ MLA കൂടെ ഉണ്ട്. We will make the one thing what that we'll make for you some place there with the barricades and all these things. So, and you can also see the operations. So finally the Bahubali has come. Yeah, thank you. I will not tell Bahubali one if we have succeed. No, I mean, if we have succeed, then it is really Bahubali. I said it in that sense that it can reach the not only the riverbanks under inside. So it is 60 feet stretch. It will go from the base. And we will hold the machine by other machine on the road also. By putting wire rope and all, it should not slippery in the water. Okay, so arrangement we have done. So we can start the work. You can also see, I have made the arrangement for you people also. Okay, and earlier you said you can arrange one more the machine. If it was start now, if it is succeeded, then otherwise again this vehicle will go and again it will bring one more vehicle. ഓക്കെ, അത് ആ ഒരു ഉറപ്പാണ് ഇപ്പോൾ MLA നൽകുന്നത്. ഇതുപോലുള്ള ഇന്ന് തന്നെ വിജയം കാണാനാകും എന്ന് ഉറപ്പുണ്ട്. അതില്ലെങ്കിൽ ഒന്നുകൂടി ഇതേപോലുള്ള ഒരു യന്ത്രം കൂടി കൊണ്ടുവന്ന് ഇവിടേക്ക് എത്തിക്കാൻ കഴിയും. കൂടുതൽ വിപുലമായൊരു തെരച്ചിൽ നടത്താനാവും എന്നുള്ള വിധത്തിലാണ് പറയുന്നത്. ഈ നീളൻ കൈകൾക്ക് മറഞ്ഞു കിടക്കുന്ന ആ പുഴയിൽ പുതഞ്ഞു കിടക്കുന്ന അത് കണ്ടെത്താനാവട്ടെ എന്നുള്ള ആ ഒരു റിസൾട്ടിന് വേണ്ടിയാണ് ആര്യ ഇപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. കഴിഞ്ഞ 9ാമത്തെ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുന്നത്. ഈ വലിയ ഈ നീളൻ കൈകൾ അവിടെ നമ്മൾ കാത്തിരിക്കുന്നതെന്തോ അതിനെ തൊടാൻ കഴിയട്ടെ എന്നുള്ള കഴിയുമെന്നൊരു വിശ്വാസം ഇപ്പോഴുണ്ട്. ആ വിശ്വാസത്തോടെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് MLA പറയുന്നത്. ആര്യ, മധുവും KB ശ്രീധരനുമാണ് തത്സമയ വിവരങ്ങളും ദൃശ്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.